ഹലോ ഫ്രണ്ട്സ്, വാട്സപ്പ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കൊഴുക്കട്ടയാണ്. ചെറുപയർ വെച്ച് ഉള്ള ഒരു കൊഴുക്കട്ട. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അരിപ്പൊടി 1 കപ്പ്. ഇതുപോലത്തെ ഒരു കപ്പിനാണ് അരിപ്പൊടി എടുത്തിരിക്കുന്നത്. ആ കപ്പിൻ്റെ അളവിൽ തന്നെയാണ് ഞാൻ ഗോതമ്പ് പൊടി എടുത്തിരിക്കുന്നത്. അപ്പം ചിലർക്ക് അരിപ്പൊടി തന്നെ വെച്ച് ഉണ്ടാക്കാറുണ്ട്. ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഉണ്ടാക്കാം എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് ഇങ്ങനെ എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാവ് പൊടി യൂസ് ചെയ്യാം. അപ്പം അരിപ്പൊടിയെങ്കിൽ അരിപ്പൊടി, അല്ല ഗോതമ്പ് പൊടിയെങ്കിൽ ഗോതമ്പ് പൊടി. അപ്പം അതിന് ഇപ്പോൾ 1 കപ്പ് അരിപ്പൊടി, 1 കപ്പ് ഗോതമ്പ് പൊടി. പിന്നെ ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇത്ര ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അതിപ്പോൾ ചീകി റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഞാൻ. പിന്നെ 1 തേങ്ങയുടെ മുറി, അത് ചിരണ്ടിയത്. കാഷ്യൂനട്ട്, കിസ്മിസ്, ഇത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇപ്പം ഞാൻ കുറച്ച് എടുത്തു എന്നേ ഉള്ളൂ. പിന്നെ ചെറുപയർ, ഇത് 2-3 മണിക്കൂറോളം ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വാരി വെച്ചതാണ്. നമ്മൾ ഇത്രയും തന്നെ ഈ 1 കപ്പ് വെള്ളത്തിൽ തന്നെ കുക്കറിൽ ഒരു 2 വിസിൽ വരത്തക്ക രീതിയിൽ നമുക്ക് വേവിച്ചെടുക്കണം. പിന്നെ ഏലക്കാപ്പൊടി, നെയ്യ്, പാകത്തിന് ഉപ്പ്, പാകത്തിന് വെള്ളം എല്ലാം ചേർത്ത് നമുക്ക് കുഴയ്ക്കണം. അപ്പോൾ ആദ്യമേ ഞാൻ കുറച്ച് ഉപ്പിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എല്ലാ പൊടിയെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കുക്കറിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മൾ ആ 1 കപ്പിന് ഒരു ചെറിയൊരു പാത്രമായിരുന്നു. അതിൽ നിറച്ച് ചെറുപയർ എടുത്തു. അത്രയും തന്നെ അളവിൽ, ആ പാത്രത്തിൻ്റെ അളവിൽ തന്നെ വെള്ളം എടുത്തു. അപ്പോൾ വെന്ത് പോകാതെ വേണം എടുക്കാൻ. അപ്പോൾ നമുക്കത് കുക്കറിൽ അടുപ്പിൽ വെക്കാം. ഇത് കുഴയ്ക്കാനായിട്ട് ഞാൻ ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത്. ചൂടുവെള്ളം ഉപയോഗിക്കുന്ന പ്രയോജനം എന്തെന്നാൽ നല്ല മയം കിട്ടും. കുറച്ച് വീതം ഒഴിച്ച് പാകം നോക്കി വേണം കുഴച്ചെടുക്കാനായിട്ട്, കൂടിപ്പോകരുത്. പയറ് നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, വെള്ളമൊന്നുമില്ല. അപ്പം ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂണ് നെയ്യ് ഒഴിക്കുകയാണ്. നെയ്യ് ചൂടായി വരുമ്പോഴത്തേക്കിന് നമുക്ക് കാഷ്യൂനട്ടും കിസ്മിസും കൂടി ഒന്ന് അതിലേക്കിടണം. അതൊന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ശർക്കര ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ചീകി വെച്ചിരുന്ന ശർക്കര. നെയ്യിലാണ് ഇത് ചെയ്യുന്നത്. ചെറിയ തീയിൽ വേണം ചെയ്യാനായിട്ട്, ഒന്നും കരിഞ്ഞു പോകരുത്. ഇത് തേങ്ങ ഇട്ട് കൊടുത്ത് 1 മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ഉണ്ടാക്കുന്ന സാധാരണ സുജിയനൊക്കെ ഉണ്ടാക്കുന്ന എണ്ണയ്ക്കകത്താണ് അത് ഉണ്ടാകുന്നത്. ഞാനിപ്പോൾ അത് വേറെ രീതിയിൽ കൊഴുക്കട്ട ഉണ്ടാക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ചെറുപയറൊക്കെ വെച്ചിട്ട് ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്ത് 1 ടീസ്പൂണ്, ചെറിയ സ്പൂണിന് 1 ഏലക്കാപ്പൊടി. അതിലേക്ക് ഞാനിപ്പോൾ നല്ല പയറ് ഇട്ട് കൊടുത്തു. ഇനി ഓഫാക്കുക. അപ്പം ഞാൻ ചപ്പാത്തിയുടെ പരുവത്തിലായിരുന്നു എടുത്തത്. അപ്പം അതിലേക്ക് ഇപ്പം ഞാൻ ഫില്ല് ചെയ്യാനുള്ളത് വെച്ചു. അപ്പം ഞാനൊരു ഇഡലി പാത്രം, നമ്മുടെ ഇഡലി പാത്രത്തിൻ്റെയൊക്കെ ഒപ്പം കിട്ടും, ഒരു ഹോളൊക്കെ ഉള്ള ഒരു പരന്ന പാത്രം. അപ്പം അതാണ് ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത്. ഇഡലി പാത്രത്തിനകത്ത് ആ പ്ലേറ്റ് പോലത്തെ ഹോളുള്ളത്. ഓരോന്നോരോന്ന് നമുക്ക് ഫില്ല് ചെയ്ത് വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കണം. ഞാനെല്ലാം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. പാകത്തിനെല്ലാം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പയറൊക്കെ വേവിച്ചതായതുകൊണ്ടാണ് ഒരു 15-10 അല്ല. അപ്പം നമുക്കത് മാറ്റാം. അപ്പം നമ്മുടെ കൊഴുക്കട്ട റെഡിയായി കഴിഞ്ഞ്, ചെറുപയർ, ശർക്കര എല്ലാം ചേർത്ത കൊഴുക്കട്ടയാണ്. അപ്പോൾ അതെല്ലാം റെഡിയാക്കി എടുത്ത് വെച്ചിരിക്കുകയാണ്. 1 മുറിച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റൊക്കെ രേഖപ്പെടുത്തുക.